നാലാം ഓണനാളിലാണ് സ്വരാജ് റൗണ്ടിനെ വിറപ്പിച്ച് പുലികൾ ഇറങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ധനസഹായമായി 3 ലക്ഷം രൂപ നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. അടുത്ത പുലിക്കളിക്കാലം ഇങ്ങെത്തിയിട്ടും പണം കിട്ടിയിട്ടില്ല. ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറിയെങ്കിലും വ്യക്തമായ വിശദീകരണങ്ങൾ കിട്ടുന്നില്ല എന്നാണ് പരാതി. പുലിക്കളി കഴിഞ്ഞതിന് ശേഷം എല്ലാ ടീമുകളോടും ഡോക്യുമെന്റ് എല്ലാം സമർപ്പിക്കാൻ പറഞ്ഞു. എല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷം ഈ 10 മാസമായിട്ടും അതിന്റെ യാതൊരു ലക്ഷണവും ഈ പൈസ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ജില്ലാ കളക്ടർ മുഖേന രേഖകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതാണ്. സംസ്ഥാന സർക്കാർ രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. എന്നിട്ടും സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നോ മറ്റ് അധികൃതരിൽ നിന്നോ കൃത്യമായ വിവരം ലഭിക്കുന്നില്ല. നമ്മൾ മന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആള് ഇപ്പോഴും പറയുന്നത് കളക്ടറെ കാണും എന്നാണ് പറയുന്നത്. നമുക്കത് വ്യക്തത വരുന്നില്ലേ. സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് 20/1/2026 ഇതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ആയിട്ടുള്ള രേഖകൾ പ്രകാരം മെയിൽ കേന്ദ്ര ടൂറിസം വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. അവിടുന്ന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് സംസ്ഥാന ടൂറിസം ഡയറക്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 18 ലക്ഷത്തോളം രൂപയാണ് ഒരു പുലികളി സംഘത്തിന് ചെലവ് വരുന്നത്. ഓണക്കാലത്ത് പുലികൾ തയ്യാറാവണമെന്നിരിക്കെ കിട്ടാനുള്ള തുക ഉടൻ കിട്ടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മീഡിയ 1 തൃശൂർ.